ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. അരുണാരുണകല്ലോല കരുണാകലിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, എവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ദുർവാസാവ് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് ആവലാതി പറയുന്നതും ഭഗവാൻ അതിന് മറുപടി എന്താണ് പറയുന്നത് ശ്രദ്ധിക്കാം. ഈ നിരാവല്ലഭൻ കേട്ട് അരുളി ചെയ്ത നന്നു നന്നല്ല എന്നോടിതെല്ലാം പറഞ്ഞു നീ നിന്നാൽ എനിക്കിതിന്നാവതില്ലേതുമേ. കാര്യങ്ങളൊക്കെ മഹാവിഷ്ണുവിന് മനസ്സിലായി. അദ്ദേഹത്തിന് തൃച്ചക്രമല്ലേ വരുന്നത്. മഹാദേവൻ പോലും ആ തൃച്ചക്രത്തെ ഭയക്കുന്നുണ്ട്. ബ്രഹ്മദേവന്റെ കാര്യം പറഞ്ഞു. മഹാദേവനും ഇരിക്കുന്ന ഇളാവൃതത്തിലാണ്, ഐസ് കൂടിയിരിക്കുന്നിടത്താണ്. അവിടേക്ക് ഈ അഗ്നി ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ ഗതി എന്തായിരിക്കും? അദ്ദേഹം പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് പാലാഴിയിലെത്തിയത്. മഹാവിഷ്ണു ആ സമയത്ത് പറയുകയാണ്, ഇവിടെ നിന്നതുകൊണ്ട് ഒരു ഫലവുമില്ല. അങ്ങേക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും നേടാമെന്ന് അങ്ങ് കരുതണ്ട. എന്താ കാരണം? ചൊന്നാലും അംബർഷനോടു തന്നെ ഭവാൻ ചെന്നാലും അങ്ങ് അവനല്ലാതെ മറ്റു നീക്കാവതിന് ഒരു ഭൂതരുമില്ല. അതുണ്ടാക്കിയവന് അഴിപ്പാനുമെന്നുണ്ടല്ലോ. അല്ലയോ മഹർഷേ, അങ്ങ് എന്നെ വന്ന് സമീപിച്ചു. എന്റെ അടുത്ത് നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അങ്ങേക്ക് പോകാനുള്ളത് ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. അത് അംബർഷന്റെ അടുത്താണ്. കാരണം അംബർഷനാണ് ഇതിന് കാരണം. അംബർഷനിൽ കൂടിയാണ് തൃച്ചക്രം പുറപ്പെട്ടിരിക്കുന്നത്. ഇനി ഇത് നിയന്ത്രിക്കുക എന്നുള്ളത് അംബർഷന്റെ കയ്യിലാണ്, എന്റെ കയ്യിലല്ല. അതുകൊണ്ട് അംബർഷനെ തന്നെ സമീപിക്കുക. പൊയ്ക്കൊള്ളുക വേണം എന്നെല്ലാം അരുൾ ചെയ്തു സാക്ഷാൽ മുകുന്ദൻ ഉറക്കം തുടങ്ങിനാൽ. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ഉറക്കമായി. ഭഗവാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്നറിയുമോ? ഞാന് ഭക്തന്മാരുടെ ദാസനാണ്. ആ ഭക്തന്മാർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല. പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ പറയുന്നു, അഹം ഭക്തപരാധീനോഹി അസ്വതന്ത്ര ഇവ ദ്വിജ. ഹേ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ, ഞാൻ അസ്വതന്ത്രനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഭക്തന്മാരുടെ ദാസനായതുകൊണ്ട്. സാധുബിർ ഗ്രസ്തഹൃദയോ ഭക്തൈർ ഭക്തജനപ്രിയ. ഭക്തന്മാരായിട്ടുള്ള ആ സാധുക്കള്, എന്നെ എപ്പോഴും ധ്യാനിക്കുന്ന അവരുടെ ദാസനായിട്ട് എന്നെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന സാധുക്കളുണ്ട്. ആ സാധുക്കളുടെ ഹൃദയത്തിന്റെ ഇച്ഛ എന്താണോ അത് മാത്രമേ എനിക്ക് പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഭക്തന്റെ ദാസനാണ്, അസ്വതന്ത്രനാണ്. നാഗമാത്മാനമാശാസേ മൽഭക്തി സാധുബിർവിന ശ്രിയം ജ ആത്യന്തികീം ബ്രഹ്മൻ യേശാം ഗിരിരഹംബര. അന്യവിഷയങ്ങളെ ഒന്നും ആഗ്രഹിക്കാതെ എന്നെ തന്നെ പരമാശ്രയമായിട്ട് യാതൊരുത്തൻ ദൃഢമായി കരുതിയിരിക്കുന്നുവോ അവന് ഞാൻ എന്നും അധീനനാണ്. വിവേകികളായിട്ടുള്ള അപ്രകാരമുള്ള ഭക്തന്മാരോടുകൂടി അല്ലാതെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആ ആത്മാവിനെ ഏതുകാലത്തും വിട്ടുപിരിയാതെ ഇരിക്കുന്നു ഞാൻ. ലക്ഷ്മീദേവിയെ കൂടിയും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ ഭക്തരെ മാത്രമേ ഞാന് എപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. അവരുടെ ദാസനായിട്ടിരിക്കുകയാണ്. ഞാന് പരാധീനനാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഭഗവാൻ ഉറക്കം തുടങ്ങി. എല്ലാം പോയങ്ങു ചെന്നു ദുർവാസാവും അംബർഷനായ മഹീപതിയോട്
അരുളി ചെയ്താൽ. പെട്ടെന്ന് ഭഗവാൻ ഉറക്കമായി. ഇനി അവിടെ വന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് ദുർവാസാവ് പോയതിലും വേഗത്തിൽ തിരിച്ച് അംബരീഷ ചക്രവർത്തിയുടെ അടുത്തെത്തി. എന്നിട്ട് അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹം അയോധ്യ വംശത്തിലുള്ളവനാണ്, സൂര്യവംശത്തിലുള്ളവനാണല്ലോ. അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. നാളീക ബാന്ധവ വംശ സമുദ്ഭവൻ. നാളീക ബാന്ധവൻ സൂര്യൻ, സൂര്യന്റെ വംശത്തിൽ ഉണ്ടായത് സൂര്യവംശം. അതാ ഭൂപാലവംശ ശിഖാമണി. ഭൂമിയിലുള്ള ചക്രവർത്തിമാർക്കൊക്കെ കിരീടമായിട്ടിരിക്കുന്നവനെ ശിഖാമണി എന്നതുകൊണ്ട് രത്നം എന്നും മനസ്സിലാക്കാം. ചക്രവർത്തിമാർക്കൊക്കെ ഒരു രത്നമായിരിക്കുന്നവനെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഏറ്റവും യോഗ്യനായിരിക്കുന്നവനെ ചക്രവർത്തിമാരിൽ. മൽപരിതാപമൊഴിച്ചെന്നെ രക്ഷിച്ചുകൊള്ളുകടോ. അംബരീഷനിൽ നിന്നാണ് പുറപ്പെട്ടു പോയത്. തിരിച്ച് അംബരീഷനിൽ തന്നെ എത്തി. ഒരു പക്ഷെ ബുദ്ധി നല്ലതായിരുന്നെങ്കിൽ അംബരീഷനെ തന്നെ സമാശ്രയിച്ചാൽ മതിയായിരുന്നു. ഇത്രയും ഓട്ടം ഒഴിവാക്കാമായിരുന്നു. ഞാനറിയാതെ ഭവാനോട് ചെയ്തതു മനസ്സേ നീതാൻ ക്ഷമിച്ചരുളേണമേ. ഞാൻ അറിയാതെ ചെയ്ത തെറ്റ് അല്ലയോ ചക്രവർത്തി അംബരീഷ, അത് അങ്ങ് ക്ഷമിക്കണം. സാധുക്കൾ നിത്യം അഹിംസകന്മാരല്ലോ. അങ്ങ് സാക്ഷാൽ ശ്രീഹരിയുടെ ഭക്തനാണ്, വൈഷ്ണവനാണ്, ശുദ്ധ സാത്വികനാണ്. അങ്ങ് മറ്റാരെ ഹിംസിക്കുന്നവനല്ലല്ലോ. കാരണം സാധുക്കളായിട്ടുള്ളവര് ആരുടെ ഹിംസ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇപ്പോൾ എന്റെ പിറകിൽ വരുന്ന ഈ ത്രിചക്രം എന്നെ ഇല്ലായ്മ ചെയ്യും, അത് അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങ് ശുദ്ധ സാത്വികനാണ്. സാധുക്കൾ നിത്യം അഹിംസകന്മാരല്ലോ, ബാധ നിനക്കിനി ഏതും ഉണ്ടായി വരാ. ദേവേന്ദ്രൻ ഐന്ദ്രം പദമടക്കും ഭവാനി വണ്ണം ഏകാദശി തുടങ്ങിയിടുകിൽ കാലേ ഭവാനതു നീക്കേണമെന്നുടൻ ആലസ്യ ഭാവമോടാശോ ചൊല്ലിടിനീ. ഏകാദശി നോറ്റി കഴിഞ്ഞാല് ഇന്ദ്രത്വം ലഭിക്കും. ആ ഇന്ദ്രത്വം അങ്ങേക്ക് ഇന്ദ്ര പദവി നഷ്ടമാകുമെന്ന ചിന്തയുണ്ടായതുകൊണ്ടല്ലേ ഇന്ദ്രത്വം. അത് നമുക്ക് ഏകാദശിയുടെ മഹാത്മ്യത്തെ പറ്റി നോക്കാം, അന്നേരം പറയാം. അപ്പൊ അതുകൊണ്ട് ആ ഇന്ദ്രപദം നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊണ്ടുവന്ന് ഇന്ദ്രൻ എന്നോട് പറഞ്ഞു. ഞാൻ അവരിൽ കാരുണ്യം പൂണ്ടിട്ടാണ് അങ്ങയോട് ഇപ്രകാരമൊക്കെ ചെയ്തത്. ആലസ്യഭാവമോടാശ ചൊല്ലിടിനേൻ. വളരെ ദുഃഖിതനായിട്ട്, ആലസ്യഭാവം ദുഃഖിതനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ആരും തനിക്ക് സഹായമായിട്ട് ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ അവനിൽ കൃപ പൂണ്ട് അതു ചെയ്തത് എൻ മനസ്സേ ഭോഷത്വമത്രേ നനച്ചതും. ജീവകാരുണ്യം കൊണ്ടാണ് ഞാൻ ആ ചെയ്തത്. ഇന്ദ്രന്റെ ദുഃഖം കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ശരി, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത് അത് എന്റെ അറിവില്ലായ്മ, എന്റെ മൂഢത്വം, എന്റെ ഭോഷത്വം, അതാണ്. നിന്നുള്ളിലില്ല അതെന്ന് ഇന്നറിഞ്ഞിടിനേ. നിനക്കങ്ങനെ ഇന്ദ്രപദം വേണമെന്നൊന്നും നിർബന്ധമില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നെ രക്ഷിപ്പാൻ മതിയെന്നു നീ തന്നെ വൈകാതെ ചക്രമടക്കുക. നീ മമ വൈകാര്യ ഭീതിയടക്കുക ഭൂപതി. എന്റെ പേടി വൈകാര്യം വികാരപരമായിട്ട്, എന്ത് വികാരം? ഭയവികാരമാണ് ഇവിടെ അദ്ദേഹത്തെ പിന്തുടരുന്നത്. ആ ഭയവികാരം, ആ ഭയത്തെ ഇല്ലായ്മ ചെയ്തു തരണേ, എന്നെ രക്ഷിച്ചു തരണേ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തോട് പല വിധത്തിലുള്ള ദുഃഖങ്ങൾ പറയുകയാണ്. വൈകാര്യ ഭീതി അടക്കുക ഭൂതേ കേവലമേവം പലവിധം ചൊല്ലിയും ഭാവേ പരിഭ്രമം തേടിയും മാമുനി നിന്നതു കണ്ടകമേ ബഹുദേവു പൂണ്ട് ഉന്നതനായ നാഭാഗതനയനു ചൊന്നാൻ. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ ദുർവാസാവിന്റെ ഉള്ളിലെ ഭയം കണ്ട്, അദ്ദേഹത്തിന്റെ ആത്മഗതം കണ്ടിട്ട് അതിൽ ബഹുദേവ് ദയ പൂണ്ടിട്ട് ആ അംബരീഷ ചക്രവർത്തി ദുർവാസാവിനോട് പറയുകയാണ്.